ഗൗരി ശങ്കരം പ്രേക്ഷകർക്ക് ഇത് വിശ്വസിക്കാനാകാത്ത ഒരു കഥ വഴിത്തിരിവ് തന്നെയാട്ടോ. നമ്മുടെ വേണിയും ഗൗരിയും ഒക്കെ ആ ഒരു ആദർശിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എന്താ പറയുക സമനില തെറ്റി തളർന്നിരിക്കുന്ന അവസ്ഥയിലാട്ടോ. അപ്പോൾ ഫുഡൊന്നും തന്നെ നമ്മുടെ വേണിയും ഗൗരിയും കഴിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ ശങ്കറിങ്ങനെ രണ്ടുപേർക്കും ഇങ്ങനെ വാരിക്കൊടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് പ്രൊമോയിലേക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ ആദർശിനെ കാണുവാൻ എല്ലാവരും തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ ഒരു മാസ്കൊക്കെ മാറ്റിയിട്ടോ. എനിക്ക് തോന്നുന്നത് ആദർശിനി ജീവിതകാലം മുഴുവൻ ഒരു കൊമ സ്റ്റേജിലായിരിക്കും, അങ്ങനെ ആകാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഡോക്ടർ ശ്യാമിനെ ആ ഒരു പ്രൊഫസറിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പ്രൊഫസർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ സീരിയസ് ആയിട്ട് ശ്യാമിന് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. ശേഷം നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി നമ്മുടെ രഞ്ജുവിനെ കാണാൻ ശിവരഞ്ജിനിയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ശങ്കർ ഇനി മേലാൽ അലയൻസിൻ്റെയും വേണിയുടെയും ജീവിതത്തിൽ നീ വന്നു എന്നറിഞ്ഞാൽ പിന്നെ എൻ്റെ വേറൊരു മുഖഭാവമായിരിക്കും നീ കാണുവാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ശങ്കറും ഗൗരിയും അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നമ്മുടെ ഗൗരി ഇങ്ങനെ വണ്ടിയിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കെന്തോ ആ പെണ്ണ് പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല. അപ്പോൾ ശങ്കർ ഇങ്ങനെ പറയുന്നുണ്ട് നിനക്കങ്ങനെ തോന്നാൻ കാരണം ഇതിൻ്റെ പിന്നിലെല്ലാം ധ്രുവൻ ആണെന്നുള്ളൊരു ചിന്തയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ആദർശിൻ്റെ ഒരു ജീവൻ ഭയങ്കര അപകടത്തിൽ തന്നെയാണ്, കോമ സ്റ്റേജിലായിരിക്കാനാണ് മിക്കവാറും സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗൗരി ശങ്കരം പ്രേക്ഷകർക്ക് അതൊരു തീരാ വേദന തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ വേണിക്കും ഗൗരിക്കുമൊക്കെ ആദർശിനെ ആ ഒരു പഴയ ചിത്രത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനാകുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.